ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് കയറുന്നത്. കാരണം നമ്മളിതിൻ്റെ ഒരു പരിധി എത്തുമ്പോൾ, അതായത് എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നീന്താം, കുളിക്കാം, എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. അങ്ങനെ അതിനുള്ള സമയം തരും നമുക്ക്. 3 മണിക്കൂർ ഉള്ളൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോയത്. ഇത് കണ്ടിട്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിതൊക്കെ ഫിലിമിലേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ബ്ലൂവും ആ ഒരു മലയും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ എനിക്ക് എങ്ങനെ വിവരിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ഒരു ബോട്ട് ട്രിപ്പ് പോകാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ അലയുടെ അമ്മ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞാൻ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അലയുടെ പാരൻസ് ഒന്നും വന്നില്ലായിരുന്നു. ഞാനും അലയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആന്ധ്ര അവരുടെ കയ്യിലായിരുന്നു, അവരുടെ അടുത്തായിരുന്നു ആന്ധ്രയ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സീനും കൂടി കണ്ടപ്പോൾ പൂർത്തിയായി. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും വന്നത് നന്നായി. കാരണം ഇങ്ങനെ പ്രാവല്ലല്ലോ, ഇത് എന്ത് ഇതാണെന്ന് ആർക്കറിയാം, എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരൊന്നും. പിന്നെ ഈ ഒരു കില്ലാടി ചെക്കനായിരുന്നു ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. അവനൊരു ഒരു പയ്യനായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇറ്റാലിയൻ കിട്ടും മനസ്സിലാവാതെ. ഞാൻ ഇവരുടെ ഭാഷ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആക്സെൻ്റ് ആയിരുന്നു ഇവരുടെ. കാരണം ഒന്നാമത് കലബ്രേസി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവരുടെ ഇറ്റാലിയൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറ്റാലിയൻ ആട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി, മലകളുടെ ഇടയിൽ കൂടിയൊക്കെ നമ്മളിങ്ങനെ പോകും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ആളുകൾ വന്നിട്ട് ഇവിടെ ഈ ബീച്ചിൽ, അതായത് ഈ കാണുന്ന ബീച്ചിൽ അവിടെയൊക്കെ നിന്ന് എന്താ പറയുക എൻജോയ് ചെയ്തിട്ടൊക്കെ വൈകുന്നേരം തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക ഓരോ സ്ഥലത്തും അവൻ ഇങ്ങനെ വിവരിച്ചു തരുന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൻ വിവരിക്കണ ഇറ്റാലിയനിലാണ്. ഇംഗ്ലീഷ് ഒരു അക്ഷരം അറിയില്ല. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഇറ്റാലിയനും അറിയാത്തതുകൊണ്ട് എനിക്ക് പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് എന്തോ ഒരു ഗ്രോത്തൊക്കെ ആണെന്നൊക്കെ പറയണ്ടായിരുന്നു അവൻ. പിന്നെ ഇവിടെ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വരെ എൻജോയ് ചെയ്യാം. അവരവിടെ ബോട്ട് നിർത്തി അവിടെ നിൽക്കും. പിന്നെ എനിക്ക് നീന്തലൊന്നും വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പിന്നെ ഇനി നമുക്ക് അലയുടെ അഭ്യാസം കാണാം. പിന്നെ അഭ്യാസങ്ങൾ ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോലെ ഇഷ്ടമാത്രം പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ഇത് ഒരു ടീമിൻ്റെ ഒരു ബോട്ടാണ്, 3-4 ബോട്ട്. അപ്പം അതിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു എന്നുള്ളൂ. പിന്നെ അലയുടെ അഭ്യാസങ്ങൾ നിങ്ങൾക്ക് കാണാം. അലതെടുത്ത് ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വേറൊരു വിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല ചാടി എന്താ പറയുക എൻജോയ് ഒക്കെ ചെയ്ത് നീന്തി കുളിച്ച് വന്ന് നീന്തി കുളിച്ചപ്പോൾ അല തേച്ചിട്ടുള്ള സൺസ്ക്രീൻ അങ്ങോട്ട് ഒലിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അല ഈ വെയിലിൻ്റെ താഴെ ഇരുന്നിട്ട് ആൾക്ക് സൺബേൺ അടിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ആളുടെ എന്താ പറയുക ബോഡി ഫുള്ളും തിണർത്ത് പിന്നെ അതിൻ്റെ സ്കിന്നൊക്കെ പോയി 2-3 ആഴ്ച എടുത്ത ആളൊന്ന് നോർമലായി വരാനായിട്ട്. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം കുഞ്ഞി പിള്ളേർക്ക് വരെ ഇവിടെ നീന്താൻ അറിയാവുന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ. ആ കുട്ടി കരഞ്ഞത് വേറൊന്നുമല്ല, അവളുടെ ആ കൊച്ചിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് എല്ലാവരും കൂടിയൊക്കെ വന്ന് അവളുടെ അതിൽ നിന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻപിടുത്തക്കാരെ കണ്ടു കേട്ടോ. ഈ പുള്ളിക്കാരന് അൾസൈമർ ഉണ്ട് കേട്ടോ. È pure un pesce porco, vedi signore? Che bello! Daphne, vieni a vedere il pesce grande, vieni. Non ce l'ha le cose di me. Guarda. La trovo. E trovo, che me ne devo andare con questo caldo. Guarda. No, non toccare la mano. Senza venire a Aspetta che grazie Zaino. Senza Aspetta che c'è Zaino che mi ha dato i suoi. Uè. Oh. Sì, lo so. Oh, vai un po' fuori che c'è la guardia costiera, capito? Ciao, sì, grazie Zaino. Hai capito? Vieni dopo al ristorante, va bene? No, non vengo, oggi devo portare i Vabbè, vengo soldi. io adesso. Pure questo. Apri la borsa. Dammi che lo metto lì in cassetta. Dammi la borsa. Apri un po' la borsa. Ma no, lo metto lì. No, dammi il pane, non mangio troppo. Ma no, basta. Ci serve pure un po' per il ristorante per tuo papà. Tieni qua aperto. Io me la regale una. Voi li volete mangiare per andare nel ristorante in piazza? Chiedere. Peppino il pescatore. Ah, ok. Che mio papà va a pescare, non i pesci che prende li tagliare. Yes, ci si trova.
ഈ പയ്യൻ്റെ പപ്പയായിട്ട് ഉള്ള കമ്പനിക്കാരനാണ്. ഈ പയ്യൻ്റെ പപ്പ ഇതുപോലെ തന്നെ മീൻപിടുത്തക്കാരനാണെന്നാണ് ഇവൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ ആർക്കെങ്കിലും ബോട്ടൊക്കെ ഓടിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വന്ന് ഓടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ നമ്മൾ പഠിപ്പിച്ച് തരുമ്പോൾ എങ്ങനെയാണ് ഓടിപ്പിക്കേണ്ടതെന്നൊക്കെ. Basta che l'ho bagnato con l'acqua di mare non esce, sai. Dammene un altro, scarico. Guarda che ne manca uno. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് അവരിട്ട സോങ് പ്ലേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ സോങ്ങൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, വൈബൊക്കെ ചില്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. എനിക്ക് അങ്ങനെ ചില്ലൊന്നും ചെയ്യാനൊന്നും തോന്നിയൊന്നുമില്ലായിരുന്നു. അപ്പുറത്തെ ബോട്ടിലുള്ളവരെല്ലാം ഒരു ഫാമിലി ആട്ടോ, അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബോട്ടിൽ ഞാനും മലച്ചവും പിന്നെ വേറൊരു ഫാമിലി ആയിരുന്നു. അവർ കുറച്ച് കാമായിട്ടുള്ള ഫാമിലി ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ ബോട്ടിലെ ആളുകൾ ഇങ്ങനെയായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയൊക്കെയായിരുന്നു കഥകൾ. ഈ കൂട്ടത്തിൽ ഞാനും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ലേഡിയും മാത്രമാണ് നീന്താൻ അറിയാൻ പാടാത്തവരിട്ടാണ്. ഇത് വന്നിട്ട് പോലീസുകാരായിട്ടാ ഓവർ സ്പീഡിലൊക്കെ ഇത് കൂടെ പോകുന്നവരെ പിടിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് എന്നാണ് അലസി എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്പോട്ടിൽ ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ നിങ്ങൾക്ക് നീന്തണവർക്ക് നീന്താം എന്നുള്ള രീതിയിൽ അവർ കുറച്ച് നേരം അവിടെ നിർത്തിയിടും. അങ്ങനെ എനിക്ക് യാതൊരു രീതിയിലും ഒരു ടൈം വരെ വൈബ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളറിയാത്ത ആൾക്കാരെ എന്ത് വൈബ് ചെയ്യാനല്ലേ. പിന്നെ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ബോറടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ ആ ബോട്ട് ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ സ്പോട്ടിലേക്കും കൂടി പോയായിരുന്നു. ഇതും കൂടി കണ്ട് ഇത് നല്ല രസമുണ്ടായിരുന്നു ഈ സ്ഥലം. ഇതും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 12:20 ആയപ്പോൾ തീർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നത് അലയുടെ പപ്പയാണ് ആ ഓറഞ്ച് ഇതൊക്കെ ഇട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കൊക്കെ വന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.